മക്കളെ, ഇപ്പോഴും കുറേ പേരൊക്കെ എൻ്റെ മാർക്കിൽ എനിക്ക് ഇത്ര റാങ്ക് കിട്ടിയിട്ടുണ്ട്, ഈ റാങ്കിൽ എനിക്കിനി സ്ട്രേ വേക്കൻസിയിലെങ്കിലും ഡെൻ്റലിനൊക്കെ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ ആലോചിക്കുന്ന ആളുകളുണ്ട്. MBBSൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡെൻ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഡെൻ്റലിൽ നമ്മൾ അവസാനത്തെ സ്ട്രേ വേക്കൻസിയിൽ കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരേക്കുള്ള കുട്ടികൾക്ക് ഓരോ കാറ്റഗറിയിലും, ജനറലിൽ, EWSൽ, OBCയിൽ, SCയിൽ, STയിൽ, ഈ കാറ്റഗറിയിലെ കുട്ടികൾക്കൊക്കെ തന്നെ അവസാനം അത് ലക്കും കൂടെയാണ്. കുറേയൊക്കെ ചിലപ്പോൾ നല്ല കോളേജുകളിൽ കുറേ റാങ്ക് കുറഞ്ഞ കുട്ടികൾക്ക് വരെ കിട്ടുന്നതാണ് സ്ട്രേ വേക്കൻസി. പക്ഷെ നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ മാത്രമേ, ആ സീറ്റ് വേക്കൻ്റ് ആയാൽ മാത്രമേ ഇങ്ങനൊരു സ്ട്രേ വേക്കൻസി ഉണ്ടാവും. ആ സ്ട്രേ വേക്കൻസിയിലൂടെ അവസാനത്തെ റാങ്കുകൾ ഫില്ല് ചെയ്തേക്കുന്ന കോളേജുകളും എത്രാമത്തെ റാങ്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതും കൂടെയാണ് നമ്മളിതിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ജനറൽ കാറ്റഗറിയിൽ വന്നിട്ട് ആന്ധ്രാപ്രദേശിലുള്ള ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് കടപ്പ 71,563 റാങ്ക് കിട്ടിയ കുട്ടിക്ക്, അതായത് ഒരു ഏകദേശം ഒരു 480-85 വരേക്ക് സ്ട്രേ വേക്കൻസിയിൽ കിട്ടിയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പലപ്പോഴും സ്റ്റേറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റിൽ നമ്മൾ സീറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് സ്ട്രേ വേക്കൻസിയിൽ ഓൾ ഇന്ത്യയിലേക്ക് പോകാൻ പറ്റില്ല. ഇതാണ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരവസ്ഥ. പക്ഷേ റിസ്ക് എടുക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഈ മാർക്കിലും അഡ്മിഷൻ കിട്ടിയേക്കാം. അതായത് ഒരു ഏകദേശം ഒരു 495-500 റേഞ്ചിലാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ പോകുന്നതെങ്കിൽ അതിനേക്കാൾ വീണ്ടും നല്ലൊരു വേരിയേഷനാണ് സ്ട്രേ വേക്കൻസിയിൽ വരുന്നത്. ഇത് നമുക്ക് OBCയിലേക്ക് വരുന്ന സമയത്ത് മണിപ്പൂരിലുള്ളൊരു കോളേജിലാണ്, JM ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ വന്നിട്ട് 73,923 OBCയിൽ സ്ട്രേ വേക്കൻസിയിൽ പോയേക്കുന്നത്. ഏകദേശം ഒരു 475 മാർക്കെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. EWSലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രം ഡെൻ്റൽ കോളേജിലാണ്, ട്രിവാൻഡ്രം ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൽ 82,194 കുട്ടിക്ക് വരെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് SC കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട് ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മുടെ കോഴിക്കോട് ഡെൻ്റൽ കോളേജ് പലരും മത്സരിച്ച് സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ 2,21,758 കിട്ടിയ കുട്ടിക്ക് വരെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അത് ST കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് SCB ഒഡീഷയിലുള്ള ഡെൻ്റൽ കോളേജാണ്. അവിടെ 3,25,552 വരെ കഴിഞ്ഞ വർഷം BDSന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ BDS ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൽ അവസാനത്തെ സീറ്റുകൾ പോയേക്കുന്ന, സ്ട്രേ വാക്കൻസിയിലൂടെ സീറ്റുകൾ ഫില്ലായേക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഏകദേശം റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കുക. പക്ഷേ സ്ട്രേ വേക്കൻസി കുറേയൊക്കെ ഒരു ഭാഗ്യം കൂടെയാണ്. ഓക്കെ, എന്നാലും നമുക്ക് കാത്തിരിക്കാം. ഓക്കെ മക്കളെ.